വളരെ പെട്ടെന്ന് ഡാലിലേക്ക് എത്താം. ഇപ്പോൾ NGO അസോസിയേഷൻ പ്രതിനിധി ചവറ ജയകുമാർ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ജയകുമാർ, അങ്ങേയറ്റം ലജ്ജാകരമായ ഒന്നാണ് സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റി എന്നുള്ളത്. അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഈ തുക തിരിച്ചു പിടിക്കുന്നു. ഏത് തരത്തിലാണ് ഈ നടപടിയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇതൊരു ആസൂത്രിതമായ ഒരു നീക്കമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് വ്യത്യസ്തമായ രീതിയിൽ വന്നപ്പോൾ ഇത്ര എണ്ണം വന്നതാണ്. ഇപ്പോ സസ്പെൻഷൻ നടന്നിരിക്കുന്നത് പാർട്ട് ടൈം ജീവനക്കാരാണ്. പാർട്ട് ടൈം ജീവനക്കാരെന്ന് പറയുമ്പോൾ വളരെ ഈ മാനദണ്ഡവുമായി തട്ടിച്ചു നോക്കിയാൽ രാവിലെ ഓഫീസിലെത്തി ക്ലീനിങ് ജോലികൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പേ തിരിച്ചു പോകാവുന്ന ജോലി സ്വഭാവമുള്ള ആളുകളാണ്. അത് അവരുടെ നിയമനവും ഒക്കെ രീതിയെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. 1 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ അതിനടുത്ത് ജീവിതത്തിൽ താഴെ തട്ടിൽ തന്നെ ഉള്ള ഒരു ജീവിതക്രമമുള്ള ആളുകളാണ്. അപ്പൊ അവർ നേരത്തെ സർവീസിൽ വരുന്നതിന് മുമ്പ് ഈ പെൻഷൻ വാങ്ങിയിരിക്കണം, അത് തുടർന്നായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ജോലിയിൽ വന്നത്? അത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഏത് സ്ട്രീമിൽപ്പെട്ടതാണ്? ആ ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് കിട്ടിയ പെൻഷൻ തുടർന്നതാണോ? അപ്പൊ ഇതൊക്കെ പരിശോധിക്കണം. എന്നിട്ട് ലിസ്റ്റ് പുറത്തു വിടണമെന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ജോലി സ്വഭാവം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 8.5 വർഷക്കാലമായി ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേർക്ക് പിൻവാതിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങുന്ന ആളുകളൊക്കെ സ്ഥിരം ജീവനക്കാരുടെ പട്ടികയിലല്ല. എന്നാൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളുകൾ കാണും, ഡെയിലി വേജസുകാർ കാണും. അവരൊക്കെ ഈ പെൻഷൻ വാങ്ങുന്നതുകൊണ്ടായിരിക്കാം, ഉയർന്ന തസ്തികയിലുള്ളവരായിരിക്കാം. അപ്പൊ അതെല്ലാം പരിശോധിക്കണം, അന്വേഷിക്കണം. 2-3 വർഷം മുമ്പ് 3-4 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇത്രയും നാളൊരു ലാഗിങ് വന്ന് ഇതുവരെ അതിൽ എങ്ങും എത്താതെ ഇപ്പോഴാണ് പണം തിരിച്ചു പിടിക്കുന്നതിലേക്കും. അപ്പൊ ഞങ്ങൾ പരസ്യമായത് പുറത്തുവിടില്ല. അപ്പൊ പേരുകൾ പുറത്തുവിടുന്നുണ്ട്. അതായത് നടപടി നേരിട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെ, സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്ന് ആ പേരുകൾ പുറത്തു വരികയാണ്. പേരുകൾ പുറത്തു വരണമല്ലോ. പേരുകൾ വകുപ്പ് തിരിച്ച് കുറച്ച് ആളുകളെ വിടുകയും ആദ്യ ഘട്ടത്തിലെ ഇതിന്റെ ഒരു ചർച്ച മുഴുവൻ സർക്കാർ ജീവനക്കാർ വലിയ കുഴപ്പക്കാരാണ്. അങ്ങനെയല്ല. എന്റെ ഒരു സംശയം ശ്രീ ജയകുമാർ, ഇതൊരു സംശയമാണ്. താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ ഈ 1400 അധികം ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ വെറുതെ അവർക്കെതിരെ നടപടിയെടുത്താൽ പോരല്ലോ, മറിച്ച് ഈ 1400 ആളുകളും ഇത് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നതറിയണം. അവർ അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടത്. അല്ലാതെ ഈ ലിസ്റ്റ് തെറ്റാണെങ്കിൽ ഇത് ആദ്യമേ തന്നെ പുറത്തുവിടുന്നത് ശരിയാണോ? ഇപ്പോഴിതാ നോക്കൂ, 6 പേർക്കെതിരെ നടപടി ഉണ്ടാകുന്നു. ആ നടപടി അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ നടപടി. ഇങ്ങനെ പുറത്തു വിടാതിരുന്നിരുന്നാണല്ലോ ഈ 3-4 വർഷക്കാലം ഇതിന്റെ പുറത്ത് അടയിരുന്നതാണല്ലോ. ഇപ്പോഴല്ലേ വന്ന് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്തപ്പോഴാണല്ലോ ഇത് പുറത്തു വന്നത്. പിന്നെയും ലിസ്റ്റ് പുറത്തു വിടാതെ ഇപ്പം ഗത്യന്തരമില്ലെന്ന് കണ്ടല്ലേ ഈ നടപടിക്രമത്തിലേക്ക് വന്നത്. അല്ല, ഗത്യന്തരമില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം നടത്താമായിരുന്നല്ലോ. ഇത് അറിയുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിൽ തന്നെയല്ലേ. ഓരോരുത്തർ നോക്കുമ്പോഴേക്ക് അവരവരുടെ 1-2 പേര് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഭീകരമായ കണക്കില്ല. ഇതിനപ്പുറത്തെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ ഈ സർക്കാരിന്റെ കാലത്ത് നിയമനം ലഭിച്ചവരുണ്ട്. അതിൽ നിയമസഭ വെച്ച കണക്കുകളുണ്ട്, വിവരാവകാശ പ്രകാരമുള്ള കണക്കുകളുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന ആളുകൾ സ്ഥിരം ജീവനക്കാരല്ലാത്ത നിർവചനത്തിൽ വരികയും അവർക്ക് ഇതിനേക്കാൾ വലിയ തുക ശമ്പളമായി അല്ലെങ്കിൽ ഓണറേറിയമായി ഒക്കെ ലഭിക്കുന്ന ആളുകൾ അവർ ഈ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. നമ്മൾ നേരത്തെ നോക്കിയപ്പോ ചില ആളുകൾക്കൊക്കെ വലിയ കാറിലൊക്കെ പോകുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിൽപ്പെട്ട ആളുകൾ ഇതൊക്കെ ഈ തുക വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊരു പഴുതടച്ചൊരു അന്വേഷണവും ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇപ്പോഴത്തെ ഈ നടപടികൾ അത് കണ്ണിൽ പൊടിയിടാൻ എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പറഞ്ഞ നടപടി അവരെ മാറ്റി നിർത്തി അവരിൽ വാങ്ങിയിട്ടുള്ള പണം തിരിച്ചു പിടിച്ച് അവർക്ക് പേരിലുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല അവർക്ക് അറിവില്ലായ്മയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് വാങ്ങിയതാണ്. അത് എത്ര നാൾ വാങ്ങി, എങ്ങനെയാണ് ആ ജോലി കിട്ടിയത്, അവരെങ്ങനെയാണ് ഈ ജോലിയിൽ സർക്കാർ സർവീസിൽ കടന്നു വന്നത്. ഇപ്പൊ ഒരു പാർട്ട് ടൈം സ്വീപ്പർ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനായി മാറി അയാളുടെ ജീവിതമൊക്കെ 1 കൊല്ലം കൊണ്ടോ 6 മാസം കൊണ്ടോ മാറിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അയാളുടെ കുടുംബവും കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടിൽ തന്നെ ആയിരിക്കും.
അത് പതിറ്റാണ്ടുകൾ എടുത്താൽ പോലും ഒരു ജീവിതക്രമത്തിൽ വലിയ മാറ്റം ഉണ്ടാകണമെന്നില്ല. അത് ശരിയാണ്. പക്ഷെ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ പാർട്ട് ടൈമിലേക്കൊക്കെ ആളുകളെ എടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമാണല്ലോ താങ്കൾ പറയുന്നത്. ആ മാനദണ്ഡത്തെയാണ് ഞാൻ പന്യന്തരയുടെ പറഞ്ഞു വന്നത്. അത് ആരാണ്, എങ്ങനെയാണ് നിയമനം കൊടുത്തത്? ഈ ഗവൺമെന്റ് കാലത്ത് അവർ നിയമനം കിട്ടിയ ആളുകളെ, അതായത് ഇടതുപക്ഷ അനുഭാവികളെയും ഇടതുപക്ഷ താല്പര്യക്കാരെയും ഒക്കെയാണ് നിയമിച്ചത് എന്നാണോ താങ്കൾ പറയുന്നത്? സർക്കാർ സർവീസിൽ തിരികെ കയറ്റിയല്ലേ അതെല്ലാം. അങ്ങനെയുള്ള ആളുകളെ സർക്കാർ സർവീസ്, സിവിൽ സർവീസിനെ അങ്ങനെ വക്രീകരിച്ച് അങ്ങനെ ഈ കാണുന്ന സ്വഭാവത്തിലേക്ക് കൊണ്ടുപോവുകയല്ലേ. അപ്പൊ ഇതൊക്കെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ലൈസൻസ് അവിടെ കിട്ടുകയല്ലേ, അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാവുകയല്ലേ. അപ്പോൾ ഈ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ ഇങ്ങനെ തുക കൈപ്പറ്റിയവർ അല്ലെങ്കിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരൊക്കെ ഇടത് സഹയാത്രികർ ആണ് എന്നാണോ? അതിപ്പോ എന്റെ വാക്കുകൾ നിങ്ങൾ വളച്ചൊടിക്കണ്ട. അതൊരു അന്വേഷണത്തിനുള്ള ഒരു കാര്യങ്ങളല്ലേ, അത് അന്വേഷിക്കട്ടെ. അന്വേഷണവും പൊതുസമൂഹത്തിലേക്ക് അത് വരട്ടെ. അതിലേക്ക് ഈ NGO അസോസിയേഷനിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതായാലും ഞങ്ങൾ അവർക്കെതിരെ കർശനമായ നടപടി സംഘടനാപരമായി സ്വീകരിച്ച് മുമ്പോട്ട് പോകും. നിയമത്തിന് വിധേയമാകുന്ന കാര്യങ്ങളിലേക്ക് ഉള്ള നിലപാടാണ്. നിലവിൽ എന്തായാലും താങ്കളുടെ അറിവിൽ NGO അസോസിയേഷന്റെ ഭാഗമായുള്ളവർ ഇല്ല? അങ്ങനെയില്ല. യെസ്, അതാണ്.